പിരിച്ചുവിട്ട ആൾ അവിടെ ശരി രജീഷ്, അതിനുള്ള മറുപടി എന്താണ്? മുഖ്യമന്ത്രി തന്നെയാണ് മേനി പറഞ്ഞത് 144 പോലീസുകാരെ പിരിച്ചുവിട്ട് മാതൃക കാട്ടിയ സംസ്ഥാനമാണ് കേരളം. അത് UDF-നെ നോക്കി നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു, പ്രതിപക്ഷ ബെഞ്ചിനെ നോക്കി പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് എനിക്കറിയാം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരു സർക്കാരിനും സാധിക്കാത്ത കാര്യമാണ് ഇത് എന്ന്, അതായത് മാതൃകാപരമായ ഒരു കാര്യം ചെയ്തു എന്നാണ്. അവരൊക്കെ തിരികെ ഇപ്പോഴും സർവീസിലുണ്ട് ശ്രീ ലിജീഷ്. അതിന് ഉദാഹരണമാണല്ലോ അഭിലാഷ് ഡേവിഡ്. മഞ്ജുഷ്, നിങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. അല്ല, ഞാൻ പറയട്ടെ, എന്നോടല്ലേ ചോദ്യം? ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ചർച്ചകൾ ചെയ്യുന്നത്. കാരണം ഈ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്ന് ആധികാരികമായി നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ റിട്ട പോലീസ് ഓഫീസർ ഇപ്പോൾ ജോർജ് ജോസഫ് ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന 44 ആളിൽ ഒരാൾ അഭിലാഷ് ഡേവിഡ് ആണെന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? 144 അഭിലാഷ് ഡേവിഡിന് ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ഈ പറഞ്ഞ ചില വിഷയങ്ങളുടെ അടിസ്ഥാനം, അതെ, 144 ആളിൽ ഇയാൾ എങ്ങനെ ഉൾപ്പെട്ടു എന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ആ പട്ടിക തരാൻ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല. തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷെ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്നുള്ള വിവരം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ എല്ലാ മാധ്യമങ്ങളും അതേക്കുറിച്ച് റിപ്പോർട്ട് നൽകിയത്. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ആളെന്ന് കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല ശ്രീ മഞ്ജുഷ്. ഇതുവരെ സർവീസിലുള്ള ആളെയല്ലേ ഒഴിവാക്കുന്നത്. അത് പിന്നെ പിരിച്ചു കിട്ടാത്ത ഇതെന്തോ ഒരു വേറൊരു സംഭവമാക്കിയിട്ടൊന്നും ഒരു വിഷയമൊന്നും അതിനകത്തില്ല. ഇതൊക്കെ പുകമറ സൃഷ്ടിച്ച് പറയുകയാണ് നിങ്ങൾ. അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. സസ്പെൻഷന് ശേഷം അയാൾ സർക്കാരിൽ അപേക്ഷ നൽകി, അതിൻ്റെ അപ്പീൽ നൽകി. അതിനുശേഷമാണ്, സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അയാളെ സർവീസിൽ തിരിച്ചെടുത്തു. അതിനുശേഷമാണ് അയാൾ പോലീസ് സർവീസിൽ വന്നത്. അതിലെന്താണ് നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ ഒരു MP ആയ ഒരാൾ ഇത്തരത്തിലുള്ള ആധികാരികമായ ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ തിരിച്ച് അങ്ങോട്ട് 1-2 കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തല്ലോ. നിങ്ങളിപ്പോൾ പോലീസിന് പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ തിരിച്ചെടുത്തോ എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ വിഷയം. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ വിഷയം ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചർച്ചയില്ലല്ലോ. ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് ആണ് അടിച്ചത് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? ഇപ്പോൾ റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ പറഞ്ഞല്ലോ, അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞല്ലോ. അയാൾ അവിടെ ഉണ്ട് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഷാഫി പറമ്പിൽ പറയുന്നത് കേട്ട് പറയുന്നതാണോ? ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സംഭവം നടക്കുമ്പോൾ ഈ പറയുന്ന സ്ഥലത്തില്ല. അയാൾക്ക് അവിടെയോ അല്ല ചുമതല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് അയാൾക്ക് ചുമതല ഉണ്ടായിരുന്നത്. അയാൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഇതുമാത്രമല്ല, ഇത് ഞങ്ങളിത് പറയുന്നതിൽ വേറൊരു കാരണം കൂടിയുണ്ട്. കുറച്ച് ദിവസം മുമ്പത്തെ ചാനൽ ചർച്ച ശ്രീ മഞ്ജുഷൊക്കെ ഒന്ന് തിരിച്ച് റിവൈൻഡ് എടുത്തു നോക്കിയ നാളാണ് എന്നാണ് പേരെടുത്തു പറഞ്ഞ് ചർച്ച നടത്തിയവർ. പേരാമ്പ്രയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം സൈബർ ഇടങ്ങൾക്കകത്ത് കോൺഗ്രസിൻ്റെ വാൾപേപ്പറും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ വിഷ്ണു വത്സൻ എന്ന് പറയുന്ന ആളാണ് മർദ്ദിച്ചതെന്നാണ് വളരെ ക്ലിയർ കട്ടായി ഇവരോട് പറഞ്ഞു വെച്ചത്. അത് ഇപ്പോൾ വിഷ്ണു വത്സൻ നിങ്ങൾ ഒഴിവാക്കിയോ? ഇപ്പോൾ പുതിയ ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളെയാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടല്ലോ, നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം അത് മാറ്റേണ്ടി വരും. അതിനാവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ വരും. അപ്പോൾ പിന്നെ മാറ്റി പറയുന്ന നില ഉണ്ടാവരുത്. ഞാൻ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിഷ്ണു വത്സൻ നിങ്ങൾ ഒഴിവാക്കിയോ? ഇതൊക്കെ അനാവശ്യമായ പുകമറയുണ്ടാക്കി നാടകം കളിക്കുകയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയം. ഇപ്പൊ നിങ്ങളെ ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാധികാരികതയില്ലാത്ത വിഷയത്തിന്റെ മുകളിൽ ഷാഫിയെ തല്ലിയത് ആരാണ് എന്നുള്ള വിഷയമല്ല. ഷാഫിയെ തല്ലിയത് അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറയുന്നു, ദൃശ്യങ്ങളും കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഷാഫിയെ നേരത്തെ വേറൊരാളുടെ പേര്, ഈ പറയുന്ന പോലെ വിഷ്ണു എന്നുള്ള ആളുടെ പേര് പറഞ്ഞിരുന്നതുമാണ്. അത് ഞാൻ സമ്മതിച്ചു, ശരിയാണ്, അങ്ങനെ തന്നെയാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അഭിലാഷ് ഡേവിഡ് ആണെന്ന് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടായിരിക്കും അത് പരിശോധിച്ച് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്നൊരു കള്ളി വിളിച്ചതായി എന്നുള്ളതാണ്. അഭിലാഷ് ഡേവിഡ് സേനയിൽ 2023 എന്നാണ് ജനുവരി 19 പിരിച്ചുവിടപ്പെട്ടയാൾ തന്നെയാണ്. അത് സിറ്റി പോലീസ് കമ്മീഷണറോട് താങ്കൾ നേരിട്ട് അന്വേഷിച്ചോളൂ. അദ്ദേഹം താങ്കളോട് ഫോണിൽ പോലും പറഞ്ഞു തരും ഞാൻ സസ്പെൻഡ് ചെയ്തയാളാണ് എന്ന്. CH നാഗരാജു, അദ്ദേഹം ഇപ്പോഴും സർവീസിലുള്ള ആളാണല്ലോ.
അദ്ദേഹം സസ്പെൻഡ് ചെയ്തയാളാണ്. പിന്നീട് താങ്കൾ പറഞ്ഞതുപോലെ അത് ഈ അച്ചടക്ക നടപടി നേരിട്ട് കഴിഞ്ഞാലുള്ള അടുത്ത കാര്യമുണ്ടല്ലോ, അതിലേക്ക് അദ്ദേഹം പോയി. അതിൽ സർക്കാരിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, ഒരു കാര്യമേ ഉള്ളൂ. അല്ല, നിങ്ങളെല്ലാവരും പറഞ്ഞതാണല്ലോ 144 പോലീസുകാരെ പിരിച്ചുവിട്ട് മാതൃക കാണിച്ച സംസ്ഥാനമാണ് കേരളം എന്ന്. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ പട്ടിക നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ ചോദിച്ചുവല്ലോ ഈ അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കിയതിൻ്റെ രേഖയുണ്ടോ എന്ന്. 144 പേരുടെ ആ വിവരമടങ്ങിയ പട്ടിക നിങ്ങളുടെ കൈവശമുണ്ടോ? അല്ല, നിങ്ങളാണല്ലോ ചാനൽ ചർച്ച വെച്ച ശ്രീ മഞ്ജുഷ്. നിങ്ങളാണല്ലോ ഇതിനകത്ത് ക്യാപ്ഷൻ നിശ്ചയിച്ചത്. പുറത്താക്കിയാൾ തിരിച്ചു വന്നു എന്നല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പുറത്താക്കി എന്നുള്ള വിഷയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞങ്ങൾക്ക് ആധികാരികമായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല, ഇന്നലെ 2023 ജനുവരി 20 എല്ലാ മാധ്യമങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരും അതിനെ എതിർത്തുകൊണ്ട് വന്നില്ല. പോലീസിൽ നിന്ന് സ്ഥിരീകരണം കിട്ടിയതിന് ശേഷം മാത്രമാണ് ആ വാർത്ത നൽകിയത്, എല്ലാ മാധ്യമങ്ങളും നൽകിയത്. 3 പേരെയായിരുന്നു ആ സമയത്ത് പിരിച്ചുവിട്ടത്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് പിരിച്ചുവിട്ടിട്ടില്ല എന്ന്. പക്ഷേ പിരിച്ചുവിട്ട് ആരാണോ ആ നടപടിയെടുത്തത് അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹമാണ് ആ നടപടി എടുത്തത്, പിരിച്ചുവിടുകയും ചെയ്തു. അല്ല, ആരോട് ചോദിച്ചാലും ശ്രീ മഞ്ജുഷ്, ആരോട് വേണേ നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ. 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്തു. അതിൽ ഒഴിവാക്കിയ ആളാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. 3 പേരെ ആദ്യം സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് തെളിവ് വേണമെങ്കിൽ കൊണ്ടുവന്നുള്ളൂ. പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സേനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ. അതല്ല എങ്കിൽ ഈ പറയുന്ന 144 പേരുടെ പട്ടികയിൽ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചവരിൽ അഭിലാഷ് ഡേവിഡ് ഇല്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിയാണ്. ഇതുകൊണ്ടാണ് ഈ പുകമറ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് തന്നെ ചോദിച്ചത്, താങ്കൾ പട്ടിക തരൂ ഈ 144 പേരുടെ എന്ന്. അത് പരിശോധിച്ചാൽ അറിയാമല്ലോ ഇപ്പോൾ എത്ര പേർ സേനയിലുണ്ട്, എത്ര പേർ ഇല്ല, 144-ൽ എത്ര പേർ തിരികെ കയറിയിട്ടുണ്ട്, എത്ര പേർ പുറത്തു നിൽക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. അതിനെന്തുകൊണ്ട് മടി കാണിക്കുന്നു? വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാലും അതിന് മറുപടിയില്ല. ഞാൻ ചോദിക്കട്ടെ ശ്രീ മഞ്ജുഷേ, ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ഈ പറയുന്ന പീഡന കേസ് പോക്സോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അതിന് ഇയാൾക്കെതിരെ പിരിച്ചുവിട്ടതായിട്ട് നിങ്ങളെടുത്ത തെളിവുകളുണ്ടോ? അത് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ നിൽക്കല്ലേ. ഈ പോക്സോ കേസിനകത്ത് എന്തോ മധ്യസ്ഥം പറഞ്ഞു, എന്തൊക്കെയോ ആക്കി എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഇയാൾക്കെതിരെ നടപടി എടുത്ത് അല്ല, ഞാൻ പറയട്ടെ ശ്രീ മഞ്ജുഷ്, നിങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് ബന്ധമുണ്ടാവണം. പിരിച്ചുവിട്ടു ഞാൻ പറയുന്ന ഒരു ചെറിയ സാവകാശം ഇല്ലെന്നേ, അത് കഴിഞ്ഞിട്ടാണ് കയറിയത്. അത് ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇദ്ദേഹം സേനയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടാണ് അത് പുറത്തറിഞ്ഞത്. അതാണ് ഈ രഹസ്യമായി എത്ര പേരെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യം പറയണമെന്ന് പറയുന്നത്. എന്നാലും ആ പട്ടിക കിട്ടിയാലേ ഒരു മിനിറ്റ് എനിക്ക് തരൂ, ഞാൻ പറഞ്ഞോളൂ. ആ പട്ടിക കിട്ടിയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആളെയൊക്കെ നിങ്ങൾ പുറത്താക്കിയതായിട്ട് കരുതുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾ പട്ടിക തരുന്നേ. അല്ലെങ്കിൽ മേനി നടിക്കൽ ഒഴിവാക്കൂ. അല്ല, 144 എന്നുള്ള മേനി നടിക്കൽ ഒഴിവാക്കൂ. അങ്ങനെ അല്ല, ഈ വെറുതെ 144 പറഞ്ഞു പോയാൽ അതാർക്കും പറയാം. അതാണെങ്കിൽ 150 പറയും, 200 പറയാം. അല്ല, അത് വെറുതെ പറയാമല്ലോ 144 എന്ന്. ഞാൻ പറയട്ടെ മഞ്ജുഷേ, എന്നോടാണോ ചോദ്യം? അതെ, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പീഡന കേസിൽ ഇയാളെ പുറത്താക്കിയതിന്റെ ഇടയിൽ ശ്രീ മഞ്ജുഷ് പറഞ്ഞു പീഡന കേസ് നല്ല, പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന്. അദ്ദേഹത്തിനെതിരെ പീഡന കേസ് എന്നല്ല സർ പറഞ്ഞത്, പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, വീഴ്ച വരുത്തിയതിന് പുറത്താക്കിയോ? അതെ, പുറത്താക്കിയെന്നാണോ? പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പുറത്താക്കിയെന്നാണല്ലോ. പുറത്താക്കിയെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ ഈ പീഡന വിഷയം ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന മറ്റ് മാഫിയ വിഷയം ബന്ധപ്പെട്ടല്ല പുറത്താക്കിയത്? സസ്പെൻഷനിലായിരുന്നു അദ്ദേഹം. ആ സമയത്ത് സസ്പെൻഷനിലായിരുന്നു. നിങ്ങൾ തന്നെ ഇപ്പൊ 2 വാദം എടുക്കണ്ട. അതാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഏത് വിഷയത്തിലാണ് പുറത്താക്കി എന്ന് പറയുന്നത്? ഗുണ്ട മാഫിയ ബന്ധത്തിൽ സസ്പെൻഷനിലായിരുന്നു. ആ സമയത്ത് മുൻപ് ശ്രീകാര്യം സ്റ്റേഷനിലുള്ള സമയത്തുള്ള ഈ പീഡന കേസ് അന്വേഷണത്തിലെ വീഴ്ച കണ്ടെത്തി. ഞങ്ങൾ ആരും എടുത്ത നടപടിയല്ലെന്നേ, സിറ്റി പോലീസ് കമ്മീഷണർ എടുത്ത നടപടിയാണ് ഈ പറഞ്ഞത് ശ്രീ ലിജീഷ്. അതിനകത്ത് എന്ത് സംശയം വയ്ക്കാനാണ്? മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. താങ്കൾ ആ മാധ്യമ വാർത്ത വായിച്ചു നോക്കൂ. മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മൾ ചർച്ചയിൽ ചെയ്യുന്നത്. മാധ്യമങ്ങൾ എന്തൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ 2 വിഷയം പറഞ്ഞു.
ഞാൻ പറയട്ടെ മഞ്ജുഷ്, ശ്രീ മഞ്ജുഷ് പറയട്ടെ. എനിക്ക് പറയാനൊരു ചെറിയ അവസരം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോളൂ, ഇടപെടല്ലേ. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ 2 വിഷയം പറഞ്ഞു. പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പുറത്താക്കിയെന്നാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പീഡന കേസുമായി ബന്ധപ്പെട്ട് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിട്ടില്ല. അവിടെയുള്ള റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് അവിടെ പ്രോപ്പറായി അന്വേഷണം നടത്തിയില്ല. അതായത് അയാളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നില്ല അത് വന്നിരുന്നത്, അത് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്തില്ല എന്നുള്ള അയാൾ വരുത്തിയ വീഴ്ചയുടെ ഭാഗമായി അയാൾക്ക് ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ നടപടി വന്നിട്ടുണ്ട്. അത് പുറത്താക്കലല്ല. രണ്ടാമത്തെ വിഷയം നിങ്ങൾ പറഞ്ഞു മാഫിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിനകത്താണ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി 3 പോലീസുകാരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് 2 പേരെ ഈ പറയുന്ന ഒഴിവാക്കുകയും ചെയ്തു, പോലീസ് വിഭാഗത്തു നിന്ന് ഒഴിവാക്കുകയും ചെയ്തു, പിരിച്ചുവിട്ടു എന്നുള്ളത്. ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളെ പിരിച്ചുവിട്ടിട്ടില്ല. ഇനി നിങ്ങൾ പറയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഇത് തെളിയിക്കേണ്ടത് നിങ്ങളാന്ന് പറഞ്ഞാൽ അതേവിടെ സേനയിൽ നിന്ന് പോലീസുകാരെ പിരിച്ചുവിടുന്ന സമയത്ത് പോലീസിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടാറുള്ളതാണ്. മാധ്യമങ്ങൾക്ക് കിട്ടും, റിലീസിന്റെ ഭാഗമായി തന്നെ അത് കിട്ടും. അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ക്രിമിനൽ കേസിൽ പ്രതികളായവർ ഉൾപ്പെടെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. 2023 ജനുവരി 19 കാര്യമാണ്. അത് പോലീസിൻ്റെ ഔദ്യോഗികമായിട്ട് അറിയിച്ച കാര്യമാണ്. ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്, ഡ്രൈവർ ഷെറി എസ് രാജ്, CPO റെജി ഡേവിഡ് എന്നിവരെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ലൈംഗിക പീഡന കേസിലും വയോധികയെ മർദ്ദിച്ച കേസിലെയും പ്രതിയാണ് ഷെറി എസ് രാജ്. പീഡനക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയാണ് അത് നമ്മുടെ റെജി ഡേവിഡ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിൻ്റേതാണ് നടപടി. ഓംപ്രകാശ് ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കളുമായി ബന്ധത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ 2 DYSPമാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ്, അതും താങ്കൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്, പിന്നാലെയാണ് 3 പോലീസുകാരെ പിരിച്ചുവിട്ടുള്ള നടപടി. ഇത് വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വാർത്തയാണ്. അതുമാത്രമല്ല, ഇത് സേനയുടെ തിളക്കമാർന്ന ഒരു കാര്യം എന്ന രീതിയിൽ തന്നെയായിരുന്നു. കാരണം സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയ ആളുകളെ കണ്ടെത്തി പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു, അന്ന് ചർച്ച ചെയ്യപ്പെട്ട വാർത്തയാണ്. തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ, വിജിലൻസ് DYSP M പ്രസാദ് എന്നിവർക്കെതിരെയാണ് നേരത്തെ നടപടിയെടുത്തത്. ഗുണ്ടാ ബന്ധത്തിൽ നേരത്തെ 4 CIമാരടക്കം 5 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള വിശദമായ കാര്യങ്ങൾ അന്ന് തന്നെ വന്നതാണ്. താങ്കൾ ഇനി കോഴിക്കോടായതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ലേ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കാര്യം തന്നെയാണ് ശ്രീ ലിജീഷ്. പിന്നെ അദ്ദേഹം തിരിച്ചെത്തി, അതെങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഈ 144 ഉൾപ്പെട്ട ആളാണോ അല്ലയോ ഇദ്ദേഹം എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്, ആഭ്യന്തര വകുപ്പാണ് ഈ പട്ടികയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ 144 പേരുടെ പട്ടികയിൽ ഇദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ശരി, സേനാപതി ലിജീഷ് പറഞ്ഞതിനുള്ള മറുപടി നൽകൂ.